السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى، ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴിയുടെ ഫൈനൽ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹ്ക്ക് സ്തുതി, ആകാശം നിറയെ ഭൂമി നിറയെ, ശേഷം അവൻ ഉദ്ദേശിച്ച ഏത് വസ്തുവും. അള്ളാഹുവിന്റെ മുമ്പിൽ നാം വളരെയധികം വിനയാന്വിതരാകേണ്ടതുണ്ട്, വളരെയധികം നന്ദിയുള്ളവരാകേണ്ടതുണ്ട്, കടപ്പാട് ഉള്ളവരാകേണ്ടത്. കാരണം സുദീർഘമായ ഒരു പര്യടനമാണ്. നമ്മൾ 2-2.5 വർഷം എന്നാണ് പറയുന്നത്. അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിടയിൽ നമുക്ക് അവധി, പല അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പൊക്കെ മാറി വന്നിട്ടുണ്ടാവും. അതിനിടയിൽ ഇത്രയും കാലം ഖുർആൻ പഠനം എന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. അതിനാൽ നമുക്കറിയാം, നമ്മോടൊപ്പം ചേർന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ടീം അല്ല ഇന്നുള്ളത്. വേറെ ഒരു പല ഗ്രൂപ്പിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ നേരത്തെ തുടങ്ങിയ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരും ഉണ്ടാകാം. ഏതായാലും അള്ളാഹുവിനോട് നാം അത്യധികം നന്ദിയുള്ളവരാണ്, ഞാനും അതോടൊപ്പം. കാരണം ഈ അവസരത്തിൽ ഇത്രയും കാലയളവിനിടയിൽ നിങ്ങളെ ഇതിലേക്ക് നയിക്കാനും ഇപ്പോഴും പഠനം, അധ്യാപനം തുടരാനുമുള്ള തൗഫീഖ് ലഭിക്കുമല്ലോ. എല്ലാം നിലയ്ക്കും, എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും, ആരോഗ്യം കൊണ്ടും, ബുദ്ധിശക്തി കൊണ്ടും എല്ലാം. അപ്പൊ അതിനും അള്ളാഹുവിനോട് അത്യധികം ഞാൻ നന്ദിയുള്ളവരാണ്. നമ്മൾ ഫൈനൽ സെഷനിലേക്ക് കടക്കുമ്പോൾ നേരത്തെ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും പോകുന്നത്. പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു പാഠമോ ഒന്നിലധികം പാഠമോ നമ്മൾ കവർ ചെയ്യും. ഗ്രാമർ ഒന്നിലധികം പോർഷൻ കവർ ചെയ്യും. അതേസമയം വേറെ ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ തന്നെ നേരിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ട്, നിങ്ങൾക്ക് സംശയം തീർത്തു പോകാവുന്നത് കൊണ്ട്, ഇങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. നമ്മൾ സിലബസിൽ പരിമിതമായി നിന്നിട്ടല്ല, മറിച്ച് സിലബസിനപ്പുറം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, എങ്കിലും ചില സംഗതികൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് യഥാർത്ഥത്തിൽ സൂറത്ത് നാസിയാത്തിന്റെ ആരംഭത്തിലുള്ള കുറച്ച് സൂക്തങ്ങളാണ് നാം പറഞ്ഞു നിർത്തിയത്. യൂണിറ്റ് 91 നമ്മൾ പൂർത്തീകരിച്ചു. യൂണിറ്റ് 91 നിന്നും കാര്യമായ ചോദ്യമൊന്നും ഉണ്ടാവില്ല, കാരണം അത് കുറച്ച് ടഫായിട്ടുള്ള ഭാഗമായതുകൊണ്ട്. ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും റയർ വാക്കുകൾ എന്ന് പറയാം. റയർ വാക്കുകളുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് പരീക്ഷയിൽ അങ്ങനെയല്ല ഫോക്കസ് ചെയ്യുക. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള, അല്ലെങ്കിൽ ആവർത്തനം കൂടുതലുള്ള ഭാഗങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. സൂറത്തുൻ നാസിയാത്തിന്റെ 9 സൂക്തങ്ങൾ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. നമ്മൾ ഗ്രാമറിന്റെ കുറച്ച് ഭാഗം നോക്കിയാൽ 5 നാമങ്ങൾ, നേരത്തെ നമ്മൾ 5 ക്രിയകൾ പഠിച്ചേ അല്ലേ? 5 ക്രിയകൾ പഠിച്ച ഓർമ്മയുണ്ടോ? അഫ്ആൽ വ ഖംസ, അതേപോലെ അസ്മാ ഉൽ ഖംസയുണ്ട്. അഫ്ആൽ ഖംസയുണ്ട്, അസ്മാ ഉൽ ഖംസയുണ്ട്. അഫ്ആൽ ഖംസയ്ക്ക് എന്താ ചെയ്തത്? നമ്മൾ ഈ നൂന വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? നൂൻ ഒഴിവാക്കി ആണ് എന്ത് ചെയ്തത്? നസ്ബ് ചെയ്യുമ്പോഴും ജസ്മി ചെയ്യുമ്പോഴും ഞാൻ ഈ നൂന ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? അത് ഒഴിവാക്കും.
അല്ലേ? ഇവിടെ എന്താണ്? അസ്മാ ഉൽ ഹംസ്, പഞ്ചനാമങ്ങൾ. പഞ്ചക്രിയകളുമുണ്ട്, പഞ്ചനാമങ്ങളും. 5 നാമങ്ങള്. അതില് നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട 3 പദങ്ങളാണല്ലോ, 3 നാമങ്ങൾ. ഖുർആൻ പഠിതാക്കളെ സമയത്തോളം 3 നാമങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹമ എന്നതിന്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മളെ ഖുർആൻ പഠനമായതുകൊണ്ട് ഹമ ഖുർആനില് വന്നിട്ടില്ല ഈ രീതിയിൽ. അല്ലെങ്കിൽ എന്ന പദം, ഹമ എന്ന പദം തന്നെ ഖുർആനിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അതിൽ പോകുന്നില്ല. ഫു എന്ന വാക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ദു ആണ്. അപ്പൊ അബ്, അഹ്, ദു, ഇതാണ് ശ്രദ്ധിക്കേണ്ട 3 നാമങ്ങൾ. നമ്മള് 12 അല്ലെങ്കിൽ 12 സർവനാമങ്ങളെ നമ്മൾ 7 സർവനാമങ്ങളാക്കി ചുരുക്കിയാണ് പഠിക്കുന്നത്. പിന്നീടുള്ളത് സന്ദർഭത്തിലാണ് പഠിക്കുന്നത്. അതേപോലെ 5 നാമങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് 3 നാമങ്ങളാണ് പ്രധാനപ്പെട്ട നാമങ്ങൾ, അല്ലെങ്കിൽ ആവർത്തനം കൂടുതലുള്ള നാമം. അതിൽ ഏറ്റവും അധികമുള്ളത് അബും അഹുമാണ്. അബും അഹും, പിന്നുള്ളത് ദു. അങ്ങനെ 3 നാമങ്ങൾ. ഇതിന്റെ പ്രത്യേകത ഫി ഹാലത്ത് റഫ് അഥവാ വമ്മ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അബിന്, അപ്പൊ അതിന്റെ കൂടെ അബിനും അഹന്റെയും കൂടെ വേറെ ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് അവിടെ ഈ മാറ്റം വരുന്നത്. അബിനും അഹനും വേറെ ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് ചെയ്യുന്നത് ഈ മാറ്റം ഉണ്ടാകും. അപ്പൊ അബിന് ലമ്മ് കൊടുക്കേണ്ട സമയത്ത്, ഇപ്പൊ ഉദാഹരണം അബൂക്ക എന്ന് പറഞ്ഞു. അബൂക്ക, അബൂക്ക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ലമ്മുള്ളതാണ്. നാമങ്ങളെല്ലാം അടിസ്ഥാനപരമായും ലമ്മുള്ളതാണ്. അപ്പൊ ലമ്മ് ചെയ്യപ്പെട്ടപ്പോ എന്ത് ചെയ്തു? ജാ അബൂക്ക. അപ്പൊ അബിന്റെ ലമ്മ് എവിടെയാ ഉള്ളത്? ജാ കർത്താവ്, ജാ ക്രിയയാണ്, അതിന്റെ കർത്താവ് എന്താണ്? അബാണ്. അപ്പോ കർത്താവിന്റെ അടയാളമായ ലമ്മ് എവിടെയുണ്ട്? അബൂക്കിന്റെ വാവാണ് കേട്ടോ. ആ വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. അബൂക്കിലെ വാവാണ് അതിന്റെ ലമ്മ് ചെയ്യപ്പെട്ടതിന്റെ അടയാളം, അല്ലാതെ ബായിലുള്ള ലമ്മാണ് എന്ന് പറയാറില്ല. സ്വാഭാവികമായിട്ടും ശേഷം വാവ് വരുന്നത് കൊണ്ട് ലമ്മായി മാറുന്നതാണ്. വാവാണ് അവിടെ ലമ്മ് ചെയ്യപ്പെട്ടതിന്റെ അടയാളം. നമ്മൾ എഴുത്താണ് നോക്കുന്നത്, അടയാളങ്ങളെല്ലാം നോക്കുന്നത് അറിയാമല്ലോ. ലമ്മ് പിന്നീട് വരുന്ന സംഭവം. അടിസ്ഥാനപരമായും അക്ഷരം എന്തുണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പൊ അവിടെ വാവാണ് ലമ്മ് ചെയ്യപ്പെട്ടു എന്നതിന്റെ, അഥവാ റഫ് ചെയ്യപ്പെട്ടു എന്നതിന്റെ അടയാളം. അപ്പൊ ജാ അബൂക്ക, അപ്പൊ അബു വന്നു. അപ്പോ കർത്താവ് അബാണ്, അബിന് വാവ് കൊണ്ടാണ് ആ. അതേസമയം റഅയ്തു, ഞാൻ കണ്ടു. അബാക്ക, അബാക്ക. അപ്പോ റഅയ്തു, ഞാൻ കണ്ടു. ആരെ കണ്ടു? അബിനെ കണ്ടു. നിന്റെ വാപ്പയെ കണ്ടു, നിന്റെ ഉപ്പയെ കണ്ടു. അപ്പോ അബ് എന്താണ്? മഫ്ഊലുൻ ബിഹിയാണ്. ആരെയാണ് കണ്ടത്? റഅയ്തു, ഞാൻ കണ്ടു. അവരുടെ തൂവാണ്, അല്ലെങ്കിൽ അനയാണ് കർത്താവ്. അതിന്റെ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ആണ് അബൂക്ക എന്നത്. അവിടെ എന്ത് ചെയ്തു? അബൂക്കയ്ക്ക് വരാൻ അബാക്ക പറഞ്ഞു. കാരണം അവിടെ ഫത്ഹ ചെയ്യപ്പെടുമ്പോൾ, അഥവാ നെസ്ബ് ചെയ്യപ്പെടുമ്പോൾ അലിഫാണ് അടയാളം. അതായത് അബാക്ക. അതേസമയം കസ്റ വരുമ്പോൾ മറർതു ബി അബീക, അല്ലെങ്കിൽ അല അബീക. മറർത്തു അല അബീക, മറർത്തു അല അബീക. നിന്റെ ഉപ്പയുടെ അടുക്കിലൂടെ ഞാൻ നടന്നുപോയി. മറർത്തു അല, അല്ലെങ്കിൽ സല്ലംതു അല അബീക. സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. ആർക്ക് സലാം പറഞ്ഞു? അല അബീക. അപ്പൊ അബിനെ യാ കൊണ്ടാണ് ചെറിയത്, യാ കൊണ്ടാണ് ചെറിയത്. ഓക്കെ, സംഭവം വളരെ ലളിതമാണ്, ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അൻ അബീ ബക്കരിൻ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അൻ വരുമ്പോൾ എന്ത് ചെയ്തു? കസ്റയാണ്. അബീ ബക്കർ എന്ന് പറയണം. അൻ അബീ ബക്കർ എന്ന് പറയണം. അബൂ ഹുറൈറ എന്ത് ചെയ്യണം? അൻ അബീ ഹുറൈറ എന്ന് പറയണം. അപ്പൊ കാല വരുമ്പോൾ എന്ത് ചെയ്യും? കാല അബൂബക്കർ, കാല അബൂ ഹുറൈറ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെയാണ് അഹും. അഹിന്റെ ഉദാഹരണം എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെ? ഇതേ രീതിയിൽ തന്നെ. അപ്പൊ ജാ അഹൂക്ക അല്ലെങ്കിൽ സാറന അഹൂക്ക. ഇവിടെ സാറന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അഹൂക്ക നിങ്ങളുടെ സഹോദരൻ. അപ്പൊ അഹ് എന്താണ്? കർത്താവാണ്. അതിന് ലമ്മയാണ് അല്ലെങ്കിൽ റഫ് ചെയ്യണം. എന്ത് ചെയ്തു? അപ്പോ വാവ് കൊണ്ട് റഫ് ചെയ്തു. അഹൂക്ക. സാഫഹത്തു, മുസാഫഹത്ത് ചെയ്തു. സാഫഹത്തു അഹാക്ക, എന്റെ സഹോദരനെ ഞാൻ എന്ത് ചെയ്തു? മുസാഫഹത്ത് ചെയ്തു. സാഫഹ എന്ന് പറഞ്ഞാൽ ഷേക്കാൻ. സാഫഹത്തു അഹാക്ക, എന്റെ സഹോദരൻ. മറത്തു അല അബീക്ക അല്ലെങ്കിൽ മറത്തു അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അഹിന് എന്ത് ചെയ്യാം? സല്ലംതു അല അഖീക്ക, നിന്റെ സഹോദരന് ഞാൻ സലാം പറഞ്ഞു. അല്ലെങ്കിൽ സല്ലിം അല അഖീക്ക, നിന്റെ സഹോദരന് സലാം പറയൂ. അപ്പൊ അല വന്നപ്പോ എന്ത് ചെയ്തു? അഹ്. ഇതേപോലെയാണ് ജാതി ചെയ്യാം. ജാതി ഖുർആനിൽ ഉദാഹരണം പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അസ്മാഉൽ ഹംസയുടെ വാക്കുകൾ അബുൻ, അഹുൻ, ഹമുൻ, ആണല്ലേ? ഞാൻ ഇപ്പൊ കേൾക്കാൻ പറ്റിയില്ല. നമ്മുടെ പരീക്ഷയിലെ ഇത് ഖുറാഹാദില്ല, അത് അതിന്റെ വ്യാകരണം അത് പഠിപ്പിക്കാത്തായിരുന്നു. അത് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ. അത് കർമ്മല്ലേ? കർമ്മമാണ്. റിവേഴ്സ് സിലബസിൽ പ്ലാറ്റിനത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് റിവേഴ്സ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരാത്തത്. അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നതായിരിക്കും വസ്കുറില്. അതായത് വസ്കുറിൽ കൽപ്പനക്രിയ വരുമ്പോൾ എന്താണ്? വസ്കുർ അൻത. വസ്കുർ നീ ഓർക്കുക. അൻത, അതിന്റെ അകത്തുള്ള അൻത ഉണ്ട്. അഹാ അതിനകത്ത് അടങ്ങിയിരിക്കണതല്ലേ? അതെ അതെ അതെ, അതിന്റെ അകത്ത് അൻത ഉണ്ടല്ലോ. ഉസ്കുർ എന്ന് പറയുമ്പോ ഉസ്കുർ അൻത എന്നല്ലേ? നീ കൽപ്പിക്കുന്ന ഉസ്കുർ എന്ന് പറഞ്ഞാല് കൽപ്പനക്രിയല്ലേ? നീ കൽപ്പിക്കുന്നതാണ്. പഠിച്ച പാഠങ്ങളൊക്കെ ഓർമ്മിക്കൂ. ഓർമ്മിക്കൂ. അപ്പൊ അതിലെന്തായിരുന്നു ആൻസർ? കർമ്മ ആയതുകൊണ്ട് ഫത്തഹത്ത് ചെയ്യപ്പെട്ടു എന്നാ എഴുതിയേക്കണേ. മതി അഖില് ഫത്ത് കിടപ്പുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി. അലിഫ് കൊണ്ടാണ് ഫത്ത് ചെയ്യുന്നത്, അതേപോലെ വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യും, വാവ് കൊണ്ട് റഫ് ചെയ്യും, ജാ കൊണ്ട് ജർറി. അപ്പൊ അതുകൊണ്ടാണ് ഫിറഔൻ യഥാർത്ഥത്തിൽ കെസ്റാണുള്ളത്. എന്നാണ് അവിടെ. ആദിന് കെസ്റാണ്, അതുകൊണ്ട് ഫിറഔനും കെസ്റാണ് വരേണ്ടത്. ഫിറൗന് കെസ്റ സ്വീകരിക്കാത്ത പദമായതുകൊണ്ട് എന്ത് ചെയ്തു? കെസ്റ കൊടുത്തില്ല, പത്ത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? ഫിറഔന ദിൽ ഔതാദ്. അപ്പൊ പകരം ദി വരാൻ കാരണം കെസ്ർ ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. കെസ്ർ ചെയ്യപ്പെട്ട പദത്തിന്റെ വിശേഷണമായതുകൊണ്ടാണ് അവിടെ ഫിറഔന ദിൽ ഔതാദ്. അതേപോലെ ലിയബ്ലുഗ ഫാഹു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ലിയബ്ലുഗ ഫാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു?
മഴയത്ത് കൈ നീട്ടുന്നതിനെ പോലെയാണ്, വായ നിറയാൻ വേണ്ടി കൈ നീട്ടുന്നതിനെ പോലെയാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞു? ലിയബ്ലുഗ ഫാഹു. അപ്പൊ ഫാ എന്ന് പറഞ്ഞാൽ വായ, വായ നിറയുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ഫായ്ക്ക് എന്താണ്? ലിയബ്ലുഗ ഫാഹു, ആ വെള്ളം വായിലെത്തുന്നതിന് വേണ്ടി. അപ്പൊ വാ എന്താണ്? ഫാ അതായത് എന്താണ്? നെസ്റ്റ് ചെയ്യപ്പെട്ടാണ്, കർമ്മത്തിന്റെ സ്ഥാനം. എന്തായാലും അത് 1-2 പ്രാവശ്യം വന്നിട്ടുള്ളത് ഫു എന്ന വാക്ക്. പിന്നെയുള്ളത് ദു ആണ്. അഹും അബും ഒക്കെ ഓർമ്മിച്ചേക്കാൻ നമുക്ക് എളുപ്പം. ഈ ഹെമ് പറഞ്ഞ അപ്പൊ എങ്ങനെ വരിക? ഹെമ് പറഞ്ഞ എങ്ങനെ വരിക? ഹെം നമ്മൾ തൽക്കാലം ഇപ്പൊ അതിലേക്ക് പോകണ്ട, നമുക്ക് പിന്നെ വരാം. ഈ ബക്കറയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്ത് പോകേണ്ട കാര്യങ്ങൾക്ക് വരും. ഇപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഇത് പറഞ്ഞു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഖുർആനിൽ വരാത്തതുകൊണ്ട് ഇത് ഇതേപോലെ തന്നെ ഹമൂക്ക, അല്ലേ? ജാ ഹമൂക്ക, റഅയ്തു ഹമാക, സല്ലംതു അലാ ഹമീക. ഇതിനകത്ത് കാണുന്നില്ല. മനസ്സിലായില്ല. മനസ്സിലാവും, ഇനി അങ്ങോട്ട് ഉദാഹരണങ്ങൾ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഉദാഹരണങ്ങൾ നമുക്ക് വരും. അതെ, ഇത് ഫസ്റ്റ് കേറീന്, പക്ഷെ വണ്ടികളേനി, അപ്പൊ ഒന്നും കേൾക്കാൻ പറ്റില്ല. കേട്ടവർക്ക് മനസ്സിലായോ? സാവധാനം പറയാന്ന് പറഞ്ഞു. കേട്ടവർക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാ? ഇത് വീഡിയോ ഒന്നുകൂടെ കേട്ടോ, കേൾക്കാം. ഓക്കെ. പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള വേറെ ചില സംഗതികളുണ്ട്. അത് ഇതിലേക്കൊക്കെ വരാൻ നമുക്ക് പിന്നീട്. കെസ്റ വരുത്തുന്ന പദങ്ങൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. കെസ്റ വരുത്തുന്ന പദങ്ങൾ അതേപോലെ പഠിച്ചു. ഇത് കൂടാതെ ചില പദങ്ങൾ വരുമ്പോൾ എപ്പോഴും അതിനുശേഷം വരുന്ന വാക്കിന് കെസ്റ ആയിരിക്കും. അതിൽ പെട്ടതാണ്. അഥവാ ഈ സംഗതികളൊക്കെ ഇദാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. ഇതിന് ശേഷം ഇപ്പോ ഐനമ, ബൈന യദൈ, യമീൻ, ഷിമാൽ, ഹൈസു, ഹൗല, അമാമ, തഹ്ത, ഫൗക, വറാഅ, ഇതൊക്കെ എന്താണ്? സ്ഥലങ്ങൾ, സ്ഥാനങ്ങൾ പറയുന്ന പദങ്ങളാണ്. അതുകൊണ്ടാണ് ഐന എന്ന് കൊടുത്തിരിക്കുന്നത്. എവിടെ? ഇവിടെ. എവിടെ? ആ സ്ഥലം പറയുന്ന ഭാഗത്തൊക്കെ എന്തായിരിക്കും? കെസ്റായിരിക്കും. അതാണ്. അപ്പൊ ഇത്തരം പദങ്ങൾ അത് വരും. ഇനി ഉദാഹരണം പറയുമ്പോൾ, അതായത് കെസ്ർ വരുത്തുന്ന പദങ്ങളല്ലാതെ ചില സന്ദർഭങ്ങളിൽ കെസ്ർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? അത് സ്ഥലം പറയുന്ന സംഭവമാണോ, സ്ഥാനം പറയുന്നതാണോ? അത് അവിടെ എന്തായിരിക്കും? കെസ്റായിരിക്കും. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇലാഫത്താണ്. നമ്മളിപ്പോ ആലോചിച്ച് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കെസ്ർ വരുത്തുന്ന പദങ്ങളല്ലാതെ ചില സന്ദർഭങ്ങളിൽ കെസ്ർ വരും. അപ്പൊ അത് സ്ഥാനം പറയുന്നതാണോ എങ്കിൽ അവിടെ കെസ്റായിരിക്കും. ശേഷം ഇലാഫത്താണ് നിർബന്ധമായും. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ അവസാനം ഫൈനലിൽ വരുമ്പോഴത്തേക്ക് നീണ്ടു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറയാതെ വിട്ടുപോയി എന്ന് വരരുത്. അതുകൊണ്ടാണിത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഹംസത്തുൽ വസ്ലി വൽ ഖത്അ. ഹംസത്തുൽ വസ്ലി വൽ ഹംസത്തുൽ വസ്ൽ ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫും അതേപോലെ ഒറിജിനൽ ഹംസും
അല്ലെങ്കിൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് അൽ ഹംസത്തു വ കുർസിയ്യുഹ. കുർസി എന്താണ്? സീറ്റ് കസേര. അപ്പൊ ഹംസത്ത് നമുക്കറിയാം, ഹംസത്ത് അറിയാമല്ലോ, ഹംസത്ത് പറയുമ്പോൾ ഹംസത്തിന് എപ്പോഴും എന്ത് വേണം? ഒരു സീറ്റ് വേണം ഇരിക്കാൻ. എപ്പോഴും എന്നല്ല, പലപ്പോഴും സീറ്റ് വേണം. ഹംസത്ത് പറഞ്ഞ സുക്കൂനല്ലേ? അല്ല, ഹംസത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ സുക്കൂനാവുന്നത്? ഹംസ് ഹംസ് മാറിപ്പോയി. ഹംസ എന്ന് പറഞ്ഞാൽ അല്ലെ ഹംസ എന്ന് പറയുന്ന അവസാനം താഴെ ഉണ്ട് അതിന്. കേട്ടാ, അൽ ഹംസത്തു എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഹംസത്ത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹംസ ഇവിടെ അലിഫ് കഴിഞ്ഞിട്ട് ഹംസ. അറബിയിൽ എത്ര അക്ഷരമുണ്ട്? ഖുർആൻ പഠിക്കുന്നവർക്ക് എത്ര അക്ഷരം വേണം? ഖുർആൻ 29 അക്ഷരം വേണം, എന്നാലേ ഖുർആൻ പഠിക്കാൻ പറ്റും. ഹംസ അടക്കില്ലേ? ഹംസ ഒരക്ഷരമാണ്. എന്തുകൊണ്ടാ ഹംസിനെ ഒരക്ഷരമായിട്ട് കൂട്ടുന്നത്? ഹംസിന്റെ മഹ്റജ് വേറെയാണ്. ഹംസിന്റെ മഹ്റജ് നമ്മൾ പഠിക്കുന്നില്ലേ? മഹ്റജ് ഹുറൂഫുൻ ഹൽഖ് സിത്തത്തുൻ എന്ന് പറഞ്ഞിട്ടല്ലേ പഠിക്കുന്നത്. ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6 അക്ഷരങ്ങളാണ്. അതിലൊന്ന് ഹംസാണ്. അലിഫിന്റെ മഹ്റജ് എവിടെയാണ്? മഹ്റജ് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാകാത്ത മഹ്റജ് എന്ന് പറഞ്ഞാല് തൊണ്ട എന്നല്ല. മഹ്റജ് എന്ന് പറഞ്ഞാല് അക്ഷരം പറയുമ്പോൾ അതെ, അക്ഷരം പറയുമ്പോൾ എവിടെയൊക്കെയാണ് വായുടെ ഭാഗങ്ങൾ തൊടുന്നത്, സ്പർശിക്കുന്നത്, അതാണ് മഹ്റജ് എന്ന് പറയുന്നത്. ഉത്ഭവസ്ഥാനം, ഒരു അക്ഷരത്തിന്റെ ഉത്ഭവസ്ഥാനം. അലിഫ് പറയുന്നത് എവിടെന്നാ? മോണയുടെ മേള്, പല്ലിന്റെ മോൾ ഭാഗം അലിഫ്. പല്ലിന്റെ മോൾ ഭാഗത്ത് നിന്ന് അലിഫ് എന്ന് പറഞ്ഞു നോക്കിക്കേ, എങ്ങനെ ഇരിക്കും? അലിഫ് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? ഉച്ചരിക്കേണ്ട അലിഫുള്ള ഒരു പല്ലിന്റെ അടിയിലാണ് അതിന്റെ അലിഫുള്ള ഒരു വാക്ക് പറയും. അലിഫുള്ള വാക്ക് അലിഫാണോ? അലിഫില്ല, അലിഫില്ല. അല്ലാഹുവിൽ അലിഫില്ല. ദീർഘമാണ്. അല്ലാഹു ദീർഘമുണ്ട്. അവസാനത്തിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ അക്ഷരമല്ലേ? അല്ലാഹുവിനുള്ള ആദ്യത്തെ അക്ഷരമല്ലേ പറഞ്ഞു? അത് അലിഫല്ലല്ലോ. അലിഫ് നീട്ടാൻ ഉപയോഗിക്കുന്നു. അലിഫ് നീട്ടാൻ മാത്രം. ഞാൻ പറഞ്ഞത് ആ പോലല്ലേ? അവസാനല്ലേ വന്നിരിക്കുന്നത്, ഇടയിലുള്ളത് പറയും. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പുറം ആള് നിൽക്കുമ്പോഴേ ഇടയിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുള്ളൂ. കാല എന്ന് പറഞ്ഞപ്പോ അലിഫ് എവിടെ നിന്നാ ഉച്ചരിച്ചത്? ഏതുണ്ടെന്ന്? തൊണ്ടയുടെ മേൽഭാഗത്തുനിന്ന്. തൊണ്ടയുടെ മുൻഭാഗത്തുനിന്ന്. തൊണ്ടയുടെ ഏത് മുൻഭാഗത്തുനിന്ന്? തൊണ്ടയുടെ ഒരു സൈഡ്. ഇങ്ങേറ്റല്ല, മധ്യത്തിൽ നിന്നിട്ട്. അങ്ങേറ്റമല്ല, മധ്യത്തില്ല, എവിടെയും തൊടുന്നില്ല. അത് വായുടെ ഉൾഭാഗമാണ് അലിഫിന്റെ മഹ്റജ്. വായുടെ ഉൾഭാഗം, വായുടെ ഒഴിഞ്ഞ ഉൾഭാഗം എന്നാണ് തജ്വീദിൽ പറയുന്നത്. വായുടെ ഒഴിഞ്ഞ ഉൾഭാഗം എന്നാ പറയുന്നത്. അപ്പോ ഹംസ ആണെങ്കിലോ? അല്ലെങ്കിൽ ഹംസ അടിയില്, തൊണ്ടയുടെ അങ്ങേ അറ്റം അടിയില് അല്ലെ? ഹൽക്കാണ്, ഹുറൂഫുൽ ഹൽഖ്. അപ്പൊ എന്ന് പറഞ്ഞു നോക്കിയേ, എവിടെയാ തൊടുന്നത്? അതാണ് അപ്പൊ 29 അക്ഷരം എണ്ണിയെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേറെ അഭിപ്രായങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല, സമയം ദീർഘിപ്പിച്ചു പോകുന്നുണ്ട്. അത് നമ്മൾ വേറെ എപ്പോഴെങ്കിലും പറയാം. എന്തുകൊണ്ട്? ഈ അക്ഷരങ്ങളുടെ എണ്ണം വീണ്ടും കൂടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരങ്ങളുടെ എണ്ണം എഴുത്തിന്റെ
ഷെയ്പ്പ് അടിസ്ഥാനമാക്കിയാണ്. അക്ഷരങ്ങളുടെ എഴുത്ത് അടിസ്ഥാനമാക്കിയാൽ 29 അക്ഷരം. അക്ഷരങ്ങളുടെ ഷേപ്പ്, കോലം. ഓക്കെ, ഇനി ഹംസയുടെ കുറിസി നോക്കാം. അൽ ഹംസത്തു വകുർസിയ. അപ്പോ മിക്കവാറും സന്ദർഭങ്ങളിൽ ഹംസയ്ക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഒന്നുകിൽ അലിഫിന്റെ മുകളിൽ ഇരിക്കും, അല്ലെങ്കിൽ താഴെ തൂങ്ങിക്കിടക്കും. അലിഫിന്റെ താഴെ എന്ത് ചെയ്യും? തൂങ്ങിക്കിടക്കും. മുകളിലും പിടിക്കും, താഴെയും പിടിക്കുമല്ലോ. ഇത്ര കണ്ടിട്ടില്ലേ? ഇത്തിക്കണ്ണി എന്നൊക്കെ പറയും. അപ്പൊ മുകളിൽ ഇരിക്കും, താഴെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ അലിഫിന്റെ മുകളിലും ഇരിക്കും, താഴെയും ഇരിക്കും ഹംസ. അപ്പൊ അലിഫിന്റെ മുകളിലോ താഴെയോ ഹംസ ഉണ്ടെങ്കിൽ അതിന് അലിഫ് എന്നല്ല പറയുന്നത്, അത് ഹംസ, ഹംസ എന്നാണ് പറയുന്നത്. അപ്പൊ കുറിസി അല്ല പരിഗണിക്കുന്നത്, അതിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ആളിനെയാണ് പറയുന്നത്. അതേപോലെ വാവിന്റെ മുകളിൽ ഇരിക്കും, വാവിന്റെ മുകളിൽ ഇരിക്കും. പിന്നെ യാന്റെ മുകളിൽ ഇരിക്കും. വാവിന്റെ മുകളിൽ മാത്രമേ ഇരിക്കുള്ളൂ, താഴെ ഇരിക്കില്ല. വാവിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹംസയായിട്ടാണ് പരിഗണിക്കുക. വാവ് യാതൊരു സ്ഥാനവുമില്ല, അതൊരു കുറിസി മാത്രമാണ്. യാന്റെ മുകളിൽ ഇരിക്കും, താഴെയും ഇരിക്കും. മുസ്ഹഫിൽ പലപ്പോഴും യാന്റെ താഴെ എഴുതിയിട്ടുള്ളത് കാണാം. രണ്ടായാലും അത് കുറിസിയായിട്ട് വരുമ്പോൾ യാന് ഡോട്ട് ഉണ്ടാവില്ല, യാന് പുള്ളി ഉണ്ടാവില്ല. ഹംസ കുറിസിയായിട്ട് വരുമ്പോൾ യാന് പുള്ളി ഉണ്ടാവില്ല, അതിന്റെ ബോട്ട് മാത്രമേ ഉണ്ടാവില്ല. ബോട്ട് അറിയാലോ, തോണി. തോണിയുടെ മുകളിലോ താഴെയോ ഉണ്ടാവും. ഓക്കെ, യാന് മുസ്ഹഫില് ഡോട്ട് ഇല്ലാത്ത വേറെയും സന്ദർഭമുണ്ട്. മുസ്ഹഫ് എടുത്ത് നോക്കണം, യാന് ഡോട്ട് ഇല്ലാത്ത സന്ദർഭം. ഒരു വാക്കിന്റെ അവസാനം യാ വന്നാൽ അവിടെ ഡോട്ട് ഉണ്ടാവില്ല, യാന് ഡോട്ട് ഉണ്ടാവില്ല. അതേപോലെ അലിഫിന്റെ ഉച്ചാരണത്തിന് വേണ്ടി അലിഫിന് പകരമായി യാ വന്നാലും അവിടെ, അപ്പൊ യാ അല്ല യഥാർത്ഥത്തിൽ അവിടെ അലിഫാണ്, ആ സന്ദർഭത്തിലും ഡോട്ട് ഉണ്ടാവില്ല, ഷേപ്പ് മാത്രമേ ഉണ്ടാവും. വാക്കിന്റെ അവസാനം വന്നാൽ ഷേപ്പ് മാത്രമേ ഉണ്ടാവും, ഡോട്ട് ഉണ്ടാവില്ല. അതേപോലെ ഹംസയുടെ കുറിസിയായിട്ട് വന്നാലും ഡോട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് കുറിസി വരുന്നതാണ് പറയാൻ. ആ ഈ ഉ, അപ്പൊ നമുക്കറിയാം ആ ഈ ഉ വരുന്നിടത്ത് ബിഗിനിങ്ങിലാണെങ്കിൽ അലിഫിന്റെ മുകളിലോ താഴെ ആയിരിക്കും ഉണ്ടാവുക. തുടക്കം വന്നാൽ, തുടക്കത്തിൽ വന്നാൽ ഹംസ് തുടക്കത്തിൽ വന്നാൽ അലിഫിന്റെ മുകളിലോ താഴെ ആയിരിക്കും ഉണ്ടാവുക. ഒരു വാക്കിന്റെ ഒരു ക്രിയന്റെ തുടക്കത്തിലോ എല്ലാം ചോദിക്കുന്നത് ഞാനിപ്പോ പറയുന്നത് ഒരു വാക്കിന്റെ തുടക്കത്തിലല്ല, ഒരു വാക്കിന്റെ തുടക്കം അഥവാ സെന്റൻസിന്റെ തുടക്കത്തിലല്ല, ഒരു വേർഡിന്റെ തുടക്കത്തിൽ ഹംസ വന്നിട്ടുണ്ടെങ്കിൽ അലിഫിന്റെ മുകളിലോ താഴെ ആയിരിക്കും ഉണ്ടാവുക. വാവിന്റെ മുകളിൽ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, യാന്റെ മുകളിൽ വന്നാലും ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ആമന എഴുതിയെടുത്ത് ഹംസ് എവിടെയാ ഉള്ളത്? ഓൺ ദ ഫ്ലോർ, നിലത്താണുള്ളത്. അപ്പൊ എന്തല്ല, അത് തുടക്കത്തിലാണെങ്കിലും ഫ്ലോറിലാണുള്ളത്, കാരണം ശേഷം അലിഫ് വരുന്നത്. ഇത് ഖുറാനിലെ എഴുത്താണ് പഠിപ്പിക്കുന്നത് കേട്ടോ, ഈ പഠിപ്പിക്കുന്നത് ഖുറാനിലെ. മറ്റേക്ക് എഴുതിയൂടെ? അലിഫ് ഇട്ടിട്ട് അതിന്റെ മേലെ ആമന എഴുതാൻ പറ്റൂലേ? അതിന്റെ മുകളിൽ അലിഫ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു വരയൊക്കെ ഇടും. അത് ഖുറാന്റെ സ്ക്രിപ്റ്റ് അല്ല. ഖുറാൻ എഴുതുമ്പോ ഇങ്ങനെ എഴുതണം, ഖുറാൻ എഴുതുമ്പോ ഇങ്ങനെ എഴുതും. പലപ്പോഴും നമ്മളെ അധ്യാപകരൊക്കെ എഴുതി പഠിപ്പിക്കില്ല ബോർഡില്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുസാഫിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അതേപോലെ എഴുതി പഠിപ്പിക്കണം. കാരണം അല്ലെങ്കിൽ തെറ്റിങ്ങനെ ആവർത്തിച്ച് പരമ്പരാഗതമായി പോകും. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾക്ക് തന്നെ ഒരു അധ്യാപകൻ ഇങ്ങനെ എഴുതി, വേറൊരു അധ്യാപിക ഇങ്ങനെ എഴുതി കാണിക്കട്ടെ. അപ്പൊ മുസാഫിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് അതേപോലെയാണ് എഴുതി പഠിപ്പിക്കുക. അതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഹംസിന് ശേഷം ദീർഘം ഉണ്ടെങ്കിൽ ഹംസ് ഫ്ലോറിലായിരിക്കും എഴുതുക, നിലത്ത്, അതാ വരയില്.
വരിയിട്ടിട്ടാണ് ലൈനിട്ടാണ് എഴുതുന്നതെങ്കിൽ ആ ലൈനിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ മുകളിൽ അത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. ശേഷം അലിഫ് വരുന്നത്. ഉലായിക്ക നോക്കുക, മുസാഫിൽ ഉലായിക്ക എഴുതിയിരിക്കുന്നിടത്തെല്ലാം യാന്റെ താഴെയാണുള്ളത്. യാ അല്ല, അവിടെ യാ ഡോട്ട് ഉണ്ടാവില്ല, യാന്റെ താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ എന്തിന്റെ താഴെയാണ് എഴുതിയിരിക്കുന്നത്? അലിഫ് ഹംസയുടെ കുറിച്ച് യഥാർത്ഥത്തിൽ യായാണ്. ഉലായിക്ക. അപ്പൊ മുഅ്മിനുൻ ഉലായിക്ക എഴുതിയെടുത്ത് പൂവിന് തുടക്കത്തിൽ എന്ത് ചെയ്തു? അലിഫിന്റെ മുകളിൽ എഴുതി, കാരണം വാക്കിന്റെ തുടക്കത്തിലായിരുന്നു. പിന്നെ മുഅ്മിനുൻ വന്നപ്പോ എന്ത് ചെയ്തു? വാവിന്റെ മുകളിൽ. വാവിന്റെ മുകളിൽ. ജസാഉ അവിടെ വാവിന്റെ. നിങ്ങൾ ആവർത്തിച്ച് വരുന്നിടത്ത് നിങ്ങൾ ഹംസിനെ നോക്കി പഠിക്കുക, എവിടെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വരിക. യാന്റെ മുകളിലാണ്, അപ്പൊ യാന് ഡോട്ടില്ല. മുഅ്മിനുന്ന് വരുമ്പോ അവിടെ ഹംസ് വാവിന്റെ മുകളിൽ വരാൻ കാരണം എന്താ? കാരണം ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം കണ്ടുപിടിക്കാനാണ്. കാരണം നിങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഞാൻ കാരണം ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാനൊരു കോമൺ പ്രിൻസിപ്പിൾ പറഞ്ഞു. വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നാൽ അലിഫിന്റെ മുകളിലോ താഴെ ആയിരിക്കും എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഹംസ് നിലത്തെഴുതി ഒന്നിന്റെ മുകളിലല്ല എഴുതിയത്, അതെന്തുകൊണ്ട്? അതിന് ശേഷം അലിഫ് വന്നു. പിന്നെ ഉലായിക്ക വന്നിടത്ത് യാന്റെ ചുവടെയാണെന്ന് പറഞ്ഞു. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ചുവടെയും മുകളിലും വരും. അവിടെയൊക്കെ എന്തുകൊണ്ട് വാവിന്റെ മുകളിലോ യാന്റെ മുകളിലോ ഒന്നും കണ്ടുപിടിക്കാം. ഒരുപാട് വായിക്കാം. ഖുർആൻ വായിക്കുമ്പോ കണ്ട് പഠിക്കണം, കണ്ട് പിടിക്കണം. കണ്ട് പഠിക്കണം. നോക്കുക, മുഅ്മിൻ എന്നിടത്തെല്ലാം വാവിന്റെ മുകളിലല്ലേ ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും വാവിന്റെ താഴെ അല്ലെങ്കിൽ യാന്റെ മുകളിലുണ്ടോ? ഉലായിക്കയുടെ മുകളിലൊന്നും ഉണ്ടാവില്ല. അത് മലബാർ മുസ്ഹഫിലുണ്ടാവും, ഉലായിക്കയുടെ മുകളിലുണ്ടാവും. അത് മുസ്ഹഫിലെ എഴുതുന്നതിന്റെ സ്ക്രിപ്റ്റിന്റെ, നമ്മൾ മദീന മുസ്ഹഫിന്റെ സ്ക്രിപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. അതാണ് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ്, ആ എഴുത്ത് അല്ലെങ്കിൽ ആ അച്ചടി ശൈലി അനുസരിച്ച് ഉലായിക്ക വരുന്നിടത്ത് യാന്റെ താഴെ ആയിരിക്കും. മലബാറിൽ മുമ്പ് അച്ചടിച്ചിരുന്ന കല്ലച്ച് ലിത്തോ പവർ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമിറുൽ ഇസ്ലാം ലിത്തോ പവർ പ്രിന്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പല സ്ഥലത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ എന്തായിരുന്നു, എഴുതി പിടിപ്പിച്ചതാണ്. അപ്പൊ ഹംസ് മുകളിൽ അരി ഉണ്ടാകും. മുഅ്മിനുൻ എല്ലാ സ്ഥലത്തും ഹംസ് മുകളിലായിരിക്കും ഉണ്ടാവും, വാവിന്റെ. ജസാഉ അവിടെയും വാവിന്റെ മുകളിൽ. നിങ്ങൾ കണ്ട് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അത് അടയാളം കാരണം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നവരെ കണ്ടുപിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം പറയുക. കണ്ട് പഠിച്ചിട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യവും ഖുർആൻ വായിക്കുമ്പോൾ കൗതുകത്തോടു കൂടി വായിക്കുക. എല്ലാ ഉസ്താദ് പറഞ്ഞു തന്നാൽ പിന്നെ വേറെ അർത്ഥമൊന്നുമില്ല. റിസർച്ച് എന്തിനാ? നമ്മൾ ഗവേഷണം, ചിന്തിക്കുക. അഫലയതദബ്ബറൂന ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ആ പഠനകാലത്ത് ചിന്തിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഴത്തിലേക്ക് ചിന്തിച്ചോളായിരുന്നു. ഉസ്താദ് എന്താണോ ഗൈഡ് ലൈൻസ് തരുന്നത് അതനുസരിച്ച് ചിന്തിക്കണം. ഓരോ പ്രാവശ്യം ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഹംസ് എവിടെയൊക്കെ വന്നിരിക്കുന്നു, അതിന് മുമ്പുള്ള അക്ഷരം ഏത്, ശേഷമുള്ള അക്ഷരം ഏത്, മുമ്പുള്ള അക്ഷരത്തിന്റെ അടയാളം ഏത്, ഹംസിന്റെ അടയാളം ഏത്, ശേഷമുള്ള അക്ഷരം ഏത്, ഇതൊക്കെ നോക്കിയിട്ട് കോമൺ പ്രിൻസിപ്പിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞത് വാവിന്റെ മുകളിൽ വന്നു, യാന്റെ മുകളിൽ വന്നു, നേരത്തെ അലിഫിന്റെ മുകളിൽ വന്നു. അതിന് മുമ്പുള്ള അക്ഷരത്തിന് വമ്പ് വന്നാല് പിന്നെ ഇപ്പൊ പറയണ്ട, അത് പോയി. പിന്നെ ആരും കണ്ടുപിടിക്കില്ല. അപ്പോ ഹംസയുടെ എഴുത്ത് എന്റെ തല കണ്ടോ? ഹംസ അതിന്റെ തല ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ഹംസയുടെ എഴുത്ത്. അയിനാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അയിന് താഴോട്ട് ആണ് ഫുൾ ഫോം. അയിനിന്റെ ഒറ്റയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് താഴോട്ട് അതിന്റെ വളവുണ്ടാവും. ഹംസിന് അതിന്റെ തല മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അകത്തേക്ക് ചുഴിപ്പ് കൂടുതലായിരിക്കും.
അകത്തേക്കുള്ള വളവ് കൂടുതലായിരിക്കും ഹംസയുടെ തല. ഹംസയുടെ തല കുറച്ചുകൂടെ മുകളിലോട്ടായിരിക്കും ഉണ്ടാവുക. അയിനിന്റെ തല ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പോലുള്ള വാല് ഹംസയ്ക്ക് ഉണ്ടാവില്ല. ചേർത്ത് എഴുതുമ്പോൾ ഹംസയും അയിനും തമ്മിൽ മാറിപ്പോകരുത്. ഹംസയ്ക്ക് ശേഷം ഒന്നും ചേർത്ത് എഴുതൂല. പക്ഷെ ഡിപ്പെൻസ് അതിന് ശേഷം വേറെ എന്തെങ്കിലും അല്ല അതിന്റെ കുറിസി യാ ആണെങ്കിൽ അതിനുശേഷം ചേർത്ത് എഴുതും. കാരണം യാന് ശേഷം ചേർത്ത് എഴുതും. ഉലൈക ഹംസിന് ശേഷം ചേർത്ത് എഴുതിയാൽ ഹംസിന് ശേഷം അല്ല അത് ചേർത്ത് എഴുതി, മറിച്ച് എന്താ യാന് ശേഷമാണ് യാ ഹംസിന്റെ കുറിസിയാണ് അവിടെ. അപ്പൊ അയിന് വന്നാൽ ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അയിനായിരിക്കും, ഹംസ ആയിരിക്കില്ല. തലയോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഇമ്രിഇൻ വന്നിടത്ത് കെസറാണ്. പിന്നെ എന്താണ് യാന്റെ ചുവടെയാണുള്ളത്. അപ്പൊ ഇതൊരു സംശയം ഉണ്ടേനി, അതിനും ഹംസും തമ്മിൽ എന്താ വ്യത്യാസം എന്നില്ല. അപ്പൊ മനസ്സിലായി. അതിന് ഹംസ നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായി. ആ ചേർത്ത് എഴുതൂല. ഹംസയുടെ അതേ ഷേപ്പില് അല്ല, അതിന്റെ കൂടെ ചേർത്ത് എഴുതില്ല, അതിന്റെ ഷേപ്പ് മാറിപ്പോ. ഓക്കെ, ഇതാണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്. മുഴുവനാക്കി ഇനി പറഞ്ഞില്ലല്ലോ. എങ്ങനെയാക്കി? മുഴുവനാക്കി പറഞ്ഞില്ലല്ലോ. അതിന് പിന്നെ നമ്മൾ മനസ്സിലാക്കല്ല അല്ലെ. എങ്ങനെ പറഞ്ഞില്ല അന്ന്? അല്ല, നേരത്തെ പറഞ്ഞില്ല കണ്ടുപിടിക്കാൻ. കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? വാവിന്റെ മുകളിൽ കണ്ടുപിടിക്കാൻ, യാന്റെ താഴെയുള്ളതും കണ്ടുപിടിക്കാൻ പറഞ്ഞതല്ലേ. കാരണം വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അതേപോലെ ഇവിടെ അലിഫിന്റെ മുകളിൽ ഒരു അടയാളം ഉണ്ടാവും. നമ്മളെ മുസാഫ് ഓപ്പൺ ചെയ്താൽ അലിഫിന്റെ മുകളിൽ ഇതേപോലെ ഒരു അടയാളം ഉണ്ടാവും. സ്വാദിന്റെ പകുതി എന്നാണ് അതിന്റെ എഴുത്തുകാർ പറയുന്നത്. സ്വാദിന്റെ പകുതി പോലെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ എന്താണ്? അത് ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണം ഇല്ലാത്ത അലിഫാണ്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം. ഖുർആൻ വരുന്ന ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണം ഇല്ലാത്ത. അതല്ലേ നാളെ പഠിച്ച തനാലുൽ ബിർറാന്ന് പഠിപ്പിച്ചത്? എന്ത്? ഒരു കഴിഞ്ഞ ക്ലാസ്സില് ഗ്രാമർ പഠിപ്പിച്ചത് ലൻതനാൽ ബിർറായ. തനാലുൽ ബിർറ. തനാലുൽ ബിർറ എന്ന് വാക്കില്ലേ, ലൻതനാലുൽ ബിർറ. ലെൻ അത് തന്നെ, ലെൻ തനാലുൽ ബിർറ അലിഫ് മുകളിൽ. ലൻതനാലുൽ ബിർറ പറഞ്ഞ അത് ലെന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ പോയല്ലേ, അത് ലെൻ വന്നപ്പോ തനാലൂനയുടെ ഞാൻ പോയ വിഷയമാണ്. അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ അലിഫിന് ഉച്ചാരണം ഇല്ലാത്ത നമുക്ക് ഖുർആൻ വരുമ്പോഴത്തേക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മളെ സിലബസിൽ ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. കുറെ കാര്യങ്ങൾ ഇപ്പം ഹംസയുടെ കാര്യങ്ങളൊന്നും അക്ഷരങ്ങളുടെ 29 പറഞ്ഞു തന്നില്ലെന്ന് പറയരുത്. പിന്നെ 29 എണ്ണം കൂടിയ കണക്കുണ്ട് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. 30 യാ ഒരു യാ അഡീഷണൽ. യായാണോ? അല്ല, യായാണോ ഹായാണോ? ഇതൊന്നല്ല. വേറെന്തോ സംഭവം ഉണ്ട്. 30 പറഞ്ഞാലോ? 92. ഇനി എല്ലാം പറഞ്ഞു തരുന്നേരം നമുക്ക് ചിന്തിക്കാവുന്നില്ല. ഇപ്പൊ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ വായിക്കുമ്പോൾ കൗതുകപൂർവ്വം വായിക്കുക, ചിന്തിക്കുക, കാര്യങ്ങൾ കണ്ടെത്തുക. ഇന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള സമയം ഖുർആന്റെ കുറച്ച് ഭാഗം പഠിക്കാം. ബാക്കി 15 മിനിറ്റ് 9:30 നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് ഇതിൽ പലരും ഇട്ടിട്ടുണ്ടല്ലോ, എത്ര പെർസെന്റേജ് ആണ് കിട്ടുന്നതെന്നൊക്കെ. എത്ര പെർസെന്റേജ് കിട്ടുന്നുള്ള കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? വായിച്ചു നോക്കിയിട്ട് ഒരു പേജിൽ എത്ര വാക്ക് കിട്ടുന്നുണ്ട് എന്ന് ഗ്രൂപ്പിൽ എഴുതണം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനലുകാര് അല്ല, പരീക്ഷ എഴുതാൻ പോകുന്ന പേരിന് ഫൈനലുകാര് ഇടുന്നുണ്ട്.
ഞാൻ പറയാതെ ഇരുന്നല്ലോ, ഏതോ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരു പേജ് വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേജിലെ 103 വാക്ക് അറിയാൻ കഴിയണം നിർബന്ധമായും. ഈ പറയുന്ന മിനിമമാണ്, ഞാൻ പറയുന്ന മിനിമമാണ്. അതിൽ കൂടുതൽ കിട്ടും. ചുരുങ്ങിയത് 103 വാക്ക് നിങ്ങൾ ഒരു പേജ് വായിച്ചാൽ കിട്ടും. അര പേജ് വായിച്ചാൽ 50-ലധികം വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഖുറാനിലെ 80% നിങ്ങൾ കവർ ചെയ്തു. ഖുറാനിലെ 80% പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പാഠപുസ്തകത്തിന്റെ പഴയ പാഠപുസ്തകം ഉണ്ടല്ലോ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഖുറാനിലെ 80% വക്കാബിലറി നിങ്ങൾ പഠിച്ചു കഴിയുന്നതാണ്. പാഠപുസ്തകം നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ 80% കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം ബോണസാണ്. ഇനി വരുന്നത് ആവർത്തനം വരുന്ന കൂടുതലുള്ള പുതിയ വാക്കുകൾ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് നാസിആത്ത് ഇദാഹും ബിസ്സാഹിറ വരെയാണ്. അല്ല, അതല്ല, 92-ാമത്തേത് 9-ാമത്തെ ആയത്തോടെയാണ് പഠിച്ചത്. 91 പഠിച്ചു. അബ്സാറുഹ ഖാശിഅ എന്ന് പറയും. അബ്സാറുഹ ഖാശിഅ, അവയുടെ കണ്ണുകൾ ഖാശിഅത്തുൻ, പേടിച്ചരണ്ടതായി. പേടിച്ചരണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ബസറിനെ കുറിച്ചാ പറഞ്ഞത്. കണ്ണ് ഭയം കൊണ്ട് താഴ്ന്നിരിക്കും. പതിഞ്ഞതായിരിക്കും. തുറിച്ചു നോക്കുന്നൊന്നല്ല, നേരെ മറിച്ച് താഴ്ന്നിരിക്കും ഭയം കൊണ്ട്. വിനയവും ഭയവും കൂടെ ചേർന്നതാണ് ഖാശിഅത്തുൻ എന്ന് പറഞ്ഞത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يقولون أئنا لمردودون في الحافرة أإذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. ഇതിലെന്താ പുതിയ വാക്ക്? മർദൂദൂൻ. റദ്ദാണത്, മടക്കി എന്നുള്ളത്. ഹാഫിറ പറയാൻ പോണം പുതിയ വാക്ക്. ഇറാമ് പറഞ്ഞ എല്ലാണോ? നഖിറത്ത്, നഖിറ പുതിയ വാക്ക്. ഇളാമ് പുതിയ വാക്ക്. ഇറാമ്. കറത്ത്, ഖാസിറത്ത്, സജ്റത്ത്, ഖാസിറത്തിൻ പഴയ വാക്ക് കേട്ടോ. ഖാസിറത്തിൻ പഴയ വാക്ക്. ഖസിറ നഷ്ടപ്പെട്ടു. അത് തന്നെ. ഒരു വാക്ക് കിട്ടുമ്പോൾ അതിലെ 3 അക്ഷരം കൊണ്ട് ആ വാക്കിനെ കണ്ടെത്താൻ പറ്റും നോക്കണം. ഒരു വാക്ക് ഖാസിറത്തിൻ എന്ന വാക്ക് കിട്ടിയാൽ അതിലുള്ള 3 അക്ഷരം വെച്ചുകൊണ്ട് അതിനെ കണ്ടെത്താൻ പറ്റും, അതിന്റെ റൂട്ട് കണ്ടെത്താൻ പറ്റും നോക്കണം. അപ്പൊ ഖസിറ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വരുന്നതാണ് ഖാസിറുൻ എന്നും അതിന്റെ സ്ത്രീലിംഗമായിരിക്കും ഖാസിറത്തിൻ എന്നും തിരിച്ചു നമുക്ക് കിട്ടും. ഒന്ന് അതിലുള്ള 3 അക്ഷരം കൊണ്ട് അതിന്റെ റൂട്ട് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ റൂട്ട് കണ്ടെത്തിയാൽ അതിന്റെ രൂപഭേദം തന്നെയാണോ ഈ തന്നിരിക്കുന്ന വാക്ക് എന്ന് നമുക്ക് നമ്മൾ പഠിച്ച റൂട്ട് അനുസരിച്ച് തിരിച്ചു വരണം. ആദ്യം ബേക്കിലേക്ക് പോയി നോക്കണം, പിന്നീട് തിരിച്ച് അത് വഴി വരുമ്പോൾ അതേ ലെവലിൽ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ രണ്ടും അതിൽ കിട്ടും. ഖസിറ എന്ന് കിട്ടിയാൽ ഖാസിറത്തിന് എങ്ങനെ വന്നതാണ്? ഖസയുടെ കർത്താവ് ഖാസിറുൻ, അതിന്റെ സ്ത്രീലിംഗം ഖാസിറത്തുൻ. ഓക്കെ, പിന്നെ സജറത്തിന് പുതിയ വാക്ക് സാഹിറ പുതിയ. മർദൂദൂനയുടെ മാവി എന്താണ്? മർദൂദൂനയുടെ മടക്കി. അപ്പൊ അതിന്റെ എന്താണ് മർദൂദൂന? കർത്താവ് എങ്ങനെ മാ വരുന്ന കർത്താവില്? കർമ്മത്തിന്റെ എന്താണ്?
ബഹുവചനം. റാദുൻ മർദൂദുൻ റദ്ദുൻ ആയിരിക്കും അല്ലേ? അതെ, അപ്പൊ മർദൂദിന്റെ ബഹുവചനമാണ് മർദൂദൂന. യഖൂലൂന അവര് പറയും. ആരാണ്? ഈ ഒരുമിച്ച് കൂടുന്നവർ. എന്തായിരുന്നു പറഞ്ഞത്? അതെ, പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ ലോക അവസാനത്തിന്റെ സന്ദർഭത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉയർത്തെഴുന്നേൽപ്പല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? ഉയർത്തെഴുന്നേൽപ്പാണോ ചോദിച്ചു? പുനരുദ്ധാനം. അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. പുനരുദ്ധാനം അല്ല, സോറി, ഉയർത്തെഴുന്നേൽപ്പല്ല. ലോകാവസാനത്തെ കുറിച്ചാണ് അവസാനം പറഞ്ഞത്. യൗമ തർജുഫുർ റാജിഫത്തു എന്നാ പറഞ്ഞത്. കിടിലം കൊള്ളിക്കുന്ന ദിവസം. കിടിലം കൊള്ളിക്കുന്ന ഏതാണ്? അതാണ് അന്ത്യനാള്. അതിനെ തുടർന്ന് അടുത്തത് വരും റാദിഫത്തു, പിറകെ വരുന്നതിന് ശേഷം വരും ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തു. അന്ന് ഹൃദയങ്ങൾ എന്താണ്? പേടിച്ചു വിറയ്ക്കുന്നത്. അതന്ന് ലോകാവസാനത്തിൽ അബ്സാറുഹാ ഖാശിഅ, കണ്ണ് പേടിച്ചേരേണ്ടതായി. ചെയ്ത പാപങ്ങൾ കാരണമായി കണ്ണുകൾ പേടിച്ചേരേണ്ടതായിരിക്കും. യഖൂലൂന, അവര് പറയും. അല്ല, ഇവിടെ യഖൂലൂന പറയുന്നത് ആര് പറയുമെന്നാണ്? പുനരുദ്ധാനത്തിന്റെ ദിവസം സമയത്ത് പറയുന്നതല്ല. യഖൂലൂന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പറയും. ജനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പറയും. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടി ജനങ്ങളോട് പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച അല്ലെങ്കിൽ വിശ്വാസികളോട് ചോദിച്ച കാര്യമാണ് പറയുന്നത്. യഖൂലൂന, അവർ പറയുന്നു, ഇന്നാ ലമർദൂദൂന. ആണോ ഉണ്ടോ? ഇന്നാ തീർച്ചയായും ഞങ്ങൾ. ഇപ്പൊ രണ്ട് ഹംസ വന്നപ്പോ രണ്ടാമത്തെ ഹംസ് ഫ്ലോറിൽ എഴുതിയാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഹംസാണ് ഇന്ന. അപ്പൊ രണ്ടാമത്തേന് അലിഫിടാതെ ഹംസ ഇട്ടതില്ലേ? രണ്ടാമത്തേന് അലിഫിടാതെ ഇട്ടിരിക്കുന്നു. രണ്ടെണ്ണത്തില് ചേർത്ത് അലിഫിന്റെ പുറത്ത് എഴുതൂല, പുറത്തോ താഴെയോ എഴുതൂല. രണ്ടെണ്ണം അടുപ്പിച്ച് വന്നാൽ ഇങ്ങനെ എഴുതുക. രണ്ടെണ്ണം അടുപ്പിച്ച് എഴുതിയാൽ ഒന്നുകിൽ, അതായത് ഇവിടെ ഇന്ന എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ആ ചോദ്യത്തിന്റെ ആയ, അത് കഴിഞ്ഞിട്ടുള്ള ഹംസ് താഴെ എഴുതും. രണ്ടെണ്ണം ചേർത്ത് വന്നാൽ രണ്ടെണ്ണവും അലിഫിന്റെ മുകളിൽ എഴുതൂല്ല. അതാണ് ഖുർആന്റെ ശൈലി. പക്ഷെ അറബി എഴുതുന്നവർ രണ്ടും അങ്ങനെ എഴുതാറുണ്ട്. അറബി റൈറ്റിംഗ് മെത്തേഡും ഉണ്ട്, ഖുർആന്റെ റൈറ്റിംഗ് ഉണ്ട്. അറബി സാധാരണഗതിയിൽ എഴുതുന്ന രീതിയുണ്ട്, ഖുർആന്റെ എഴുത്തുണ്ട്. ഖുർആന്റെ എഴുത്ത് എന്താണ്? നമ്മൾ പറയില്ല എപ്പോഴും ഖുർആന് വള്ളി പുള്ളി വ്യത്യാസമില്ല എന്ന്. അപ്പൊ ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഖുർആൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇന്ന ഞങ്ങൾ ആണോ? ഇന്നാ തീർച്ചയായും ഞങ്ങൾ. ആണോ ഉണ്ടോ? ഇന്നാ തീർച്ചയായും ഞങ്ങൾ ആണോ? ല മർദൂദൂന, അടക്കപ്പെടുന്നവർ തന്നെയാണോ? ഫിൽ ഹാഫിറത്തി, ഹാഫിറത്തിന് കുഴി, ഹാഫിറത്ത് എന്നും പറയാം, ഹുഫ്രത്ത് എന്നും പറയാം. കുഴിക്ക്. അപ്പൊ ഖബറിനാണ് ഇതിപ്പോ പറഞ്ഞ ഹാഫിറ. അതെ, ഖബർ എന്ന് പറയുമ്പോഴത്തേക്ക് മൃതദേഹം മറമാടുന്നതിനെ കുറിച്ചാണ് ഖബർ എന്ന് പറയുന്നത്. ഹാഫിറത്ത് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കുഴിക്കാണ് പറയുന്നത്. കുഴിക്ക് പൊതുവെ പറയുന്ന വാക്കാണ് ഹാഫിറത്തിന് അല്ലെങ്കിൽ ഹുഫ്രത്ത്. ഹുഫ്രത്ത് അല്ലെങ്കിൽ ഫിൽ ഹാഫിറ, കുഴിയിൽ വെച്ച് മടക്കപ്പെടും എന്ന് ചോദിച്ചാൽ കുഴിയിലേക്ക് പോയതിനു ശേഷം പിന്നെയും മടക്കപ്പെടുന്നുവെന്നാണോ ഇവൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രവാചകൻ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതാ ജനങ്ങൾ ചോദിക്കുന്നു, ഖുറൈശികൾ അല്ലെങ്കിൽ മക്കക്കാർ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ജനങ്ങൾ ചോദിക്കുന്നു എന്ന ചോദ്യം എടുത്തു പറയുകയാണ്. ഇന്ന ലമർദൂദൂന ഫിൽ ഹാഫിറ, കുഴിയിൽ വെച്ച് ഞങ്ങൾ
തീർച്ചയായും മടക്കപ്പെടുമോ എന്നാണോ ഈ പ്രവാചകൻ പറയുന്നത്? എന്താ കേക്കില്ലല്ലോ ഇപ്പൊ? നിങ്ങൾ എന്തെങ്കിലും ബട്ടൺ മാറ്റുക. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. കേൾക്കുന്നവർക്ക് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. കേൾക്കുന്നവർക്ക് കേൾക്കുന്നുണ്ട്. ഇതാ കുഞ്ഞ ഇതാ എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇതാ ജാ വന്നാൽ. എന്തോ ഒരു പ്രശ്നം വന്നു എന്റെ മൊബൈലിന്. കുഞ്ഞ കേൾക്കുന്നവർ അവർക്കൊരു മെസ്സേജ് അയക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവും. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവും. എന്തെങ്കിലും ബട്ടൺ അമർത്തിയിട്ടുണ്ടാവും. തീരെ കേക്കില്ല. എന്റെ ഭാഗത്ത് ഒരാൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കേൾക്കണം. തീരെ കേൾക്കാതെ. ഓക്കെ. ഇതാ കുഞ്ഞ ഞങ്ങളായിരുന്നു. ഇതാ അല്ലെങ്കിൽ ഇതാ കുഞ്ഞ ഞങ്ങളായിരുന്നാൽ. ഞങ്ങളായിരുന്നു. ഇതാ കുഞ്ഞ ഞങ്ങളായിരുന്നാൽ. ഇതാ കുഞ്ഞ ഞങ്ങളായിരുന്നാലും ആണോ എന്നാണ്. ഞങ്ങളായിരുന്നാലും ആണോ? എന്തായിരുന്നാൽ ഇളാമൻ എന്ന് പറയുന്നത് അളമിന്റെ ബഹുവചനമാണ് ഇളാം. ഇതാ കുഞ്ഞ ഇളാമൻ ഞങ്ങൾ എല്ലുകൾ ആയിരുന്നാലും. എങ്ങനെയുള്ള എല്ലുകൾ? നഹിറത്തൻ എന്ന് പറഞ്ഞാൽ നുരുമ്പിയത്. നുരുമ്പിയ എന്ന് പറഞ്ഞാൽ ദ്രവിച്ചത്. അപ്പൊ അതിന് മറ്റൊരു വാക്ക് സൂറത്ത് യാസീനിൽ വന്നിട്ടുണ്ട്. എന്താണ്? റമീം. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അപ്പൊ ആ റമീം എന്ന് പറഞ്ഞാൽ എന്താണ്? നഹിറത്തുൻ, നുരുമ്പിയത്. റമീമിന്റെ അർത്ഥം ആണ് നഹിറത്തുൻ. നഹിറത്തിന്റെ അർത്ഥം നുരുമ്പിയത് അല്ലെങ്കിൽ ദ്രവിച്ചത്. രണ്ട് പര്യായ പദങ്ങളാണ്, സെയിം അർത്ഥമുള്ളതാണ്. ഇളാമൻ നഹിറത്തൻ. നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ബാക്കി അടുത്ത പ്രാവശ്യം നോക്കാം. അതിന്റെ തുടർന്ന് വരുന്ന ഭാഗം അതുപോലെ നോക്കാം. അതേപോലെ ഇതിലുള്ള ടേബിൾ ഇട്ട് തരും. ടേബിൾ നിങ്ങൾ എഴുതണം. നമ്മൾ പഠിക്കേണ്ട ടേബിൾ ഇല്ലേ? ടേബിൾ എന്ത് ചെയ്യണം? ടേബിൾ ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാനൊന്നുമില്ല, നമ്മൾ പറയും. പക്ഷെ ഓരോ ടേബിൾ ഒരാഴ്ചയും ഒരു ടേബിളെങ്കിലും എഴുതണം. ഒരു ടേബിൾ എഴുതിയാൽ പോരാ, ഓരോ ആഴ്ചയും രണ്ട് ടേബിൾ എഴുതണം. ഒരു ദിവസം ഒരു ടേബിൾ എഴുതാൻ നോക്കണം നിങ്ങൾ. അതായത് ഒരു ക്രിയയുടെ പട്ടിക എങ്കിലും ഒരു ദിവസം നിങ്ങൾ എഴുതി പഠിക്കണം. ക്രിയകൾ ഒരുപാടുണ്ടാകുമോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. നമ്മൾ പഠിച്ച കാര്യം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം, ഇല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ക്രിയകള് ഗ്രൂപ്പ് മൊത്തം ടേബിളാണ് ഇടാൻ പോകുന്നത്. അതെന്ത് ചെയ്യണം? ഓരോ ദിവസം ഓരോ ടേബിൾ നിങ്ങൾ സ്വന്തം എഴുതി ഗ്രൂപ്പിൽ എഴുതണം. അതാണ് പഠനം. ഈ കേൾക്കുന്നതല്ല പഠനം. ടേബിൾ പഠിക്കുന്നതാണ് പഠനം. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേർന്ന സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കൊണ്ടുപോയിട്ടുള്ള പാഴകൾ അല്ലാഹ് പുറത്തു തരട്ടെ. നമ്മുടെ പ്രധാനുഷ്ഠാനം
നോമ്പ്, ഹജ്ജ്, ഉംറ അതുപോലുള്ള സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. പോയവരുണ്ട്, ഹജ്ജിന് പോയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. അവരുടെ ഹജ്ജ് അള്ളാഹ് മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കട്ടെ. സ്വീകാര്യോഗ്യമായി അള്ളാഹ് അത് പരിഗണിക്കട്ടെ. സുരക്ഷിതരായി അവര് നമ്മോടൊപ്പം തിരിച്ചു വരാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഗ്രൂപ്പിലാണെന്ന് എനിക്കറിയില്ല, പലരും അറിയിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലുള്ളതോ പല നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള പലരും പോയിട്ടുണ്ട്. അപ്പോ അതേപോലെ കൂടുതൽ എഴുതാനും വായിക്കാനും പഠിക്കാനും താല്പര്യം കാണിക്കണം. അതേപോലെ അതിനുവേണ്ടിയുള്ള അവസരം അള്ളാഹ് നമുക്ക് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. باللقاء بإذن الله. والسلام عليكم ورحمة الله. ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ? ആമേൻ ആമേൻ. ഗ്രൂപ്പ് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത്